പൂർവ്വ വിദ്യാർത്ഥി സംഘം വന്നു പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ലല്ലോ. ഗ്രൂപ്പിൽ അടിച്ചിളക്കിയാൽ പോരാ. വരണോ? ഞാനും ബൈജു ഇന്ന് വന്നേ. ആർക്കും വരാൻ കഴിഞ്ഞില്ലല്ലോ. പറയണ്ടത് പിന്നല്ലത് നമ്മൾ രാവിലെ കെട്ടി ഒരുങ്ങി വന്നിട്ട് ഞാൻ ചിഞ്ചു വരുന്ന വെച്ചിട്ട് വന്നു. മകളെ ഒന്ന് വന്നേ. മാഷ് 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 ഇതല്ല ബൈജു അങ്ങോട്ട് വന്നാ ചോദിച്ചോട്ടെ. ഓ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. വാ അങ്ങോട്ട് മാറി സംസാരിക്ക. ആ മക്കളെ എന്തെല്ലാന്ന് നീല നന്നായിനാ. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തില് ഞാനിപ്പോ പ്രസംഗിച്ചില്ലായിരുന്നു. അന്നേരം എനിക്ക് നിങ്ങളെ രണ്ടാളെ മുഖമാണ് ഞാൻ ശ്രദ്ധിച്ചു. പഠിക്കുന്ന കാലത്ത് നിങ്ങളെല്ലാം എന്നാ കളിച്ചു കൂട്ടീന്. ഞാൻ ആദ്യം പറഞ്ഞു കള്ളത്തരം പാടില്ല. അപ്പോ ഇവന്റെ മുഖം ഇവന് കുറ്റബോധം കൊണ്ടൊരു കുത്തുണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയിട്ട് വ്യഭിചാരം പാടില്ലാന്ന്. അപ്പൊ നിന്റെ മുഖത്തൊരു കുലിസിൽ ഞാൻ കണ്ടു. നീ പഴയ കോഴിക്കറിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇവന്റെ മുഖത്ത് ഭയങ്കര പ്രകാശാന്ന് കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി ബൈജുവിന് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇവന്റെ കൂടെ കൂടിയിട്ട് ബൈജു നീ നശിക്കരുത്. ഇമ്മാതിരി തരികട പരിപാടി നിർത്തിയിട്ട് നന്നാവുക കേട്ടുവാ. താങ്ക് യു മാഷേ. ഇതിനെല്ലാം എന്തിനാ മോനെ താങ്ക് യു. മാഷെ ഇന്നലെ ഞാൻ ബസ്സിൽ നിന്ന് ഒരു കുട കെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയാ വെച്ചേന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മാഷെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് വ്യഭിചാരത്തിനെ കുറിച്ച്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കുട എവിടെയാ വെച്ചേന്നുള്ളത്. എങ്ങനെ ഇരിക്കുന്നു?